വീട്ടിലിരുന്ന് നമുക്കുള്ളത് ഹൈപ്പോ ആസിഡിറ്റി ആണോ ഹൈപ്പർ ആസിഡിറ്റി ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അസിഡിറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. കാരണം അസിഡിറ്റിയുടെ ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും സിംറ്റംസ് ഒന്നാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ ഒന്നാണ്. ഇപ്പോൾ നെഞ്ചരിച്ചിൽ, പുളിച്ച് തകട്ടുക, വായുനാറ്റം വരിക, അങ്ങനെയുള്ള പല സിംറ്റംസും കോമൺ ആയിട്ടത് സെയിം സിംറ്റംസാണ് ഹൈപ്പോയ്ക്കും ഹൈപ്പറിനും ഉള്ളത്. ഇതിൻ്റെ കാരണവും ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് എച്ച് പൈലോറി ബാക്ടീരിയയാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പറാണോ ഹൈപ്പറാണോ, എച്ച് പൈലോറി ബാക്ടീരിയ സ്റ്റൊമക്കിൻ്റെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയി ചെയ്യുമ്പോൾ ആസിഡ് പ്രൊഡക്ഷൻ കൂടുകയും അതേ എച്ച് പൈലോറി ബാക്ടീരിയ സ്റ്റൊമക്കിൻ്റെ വേറൊരു സ്ഥലത്ത് പോയി ഇത് ചെയ്യുമ്പോൾ അത് ആസിഡ് പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഹൈപ്പോ ഹൈപ്പർ എന്നുള്ളത്. അപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആപ്പിൾ സിഡർ വിനെഗർ എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു സംഭവമുണ്ട്, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അതൊരു നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ എടുത്ത് കലക്കി നമ്മൾ കുടിക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ കലക്കി കുടിക്കുക. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സിംറ്റംസ് കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് എന്താണ്? ഹൈപ്പോ അസിഡിറ്റിയാണ്. നമ്മുടെ സിംറ്റംസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് ഹൈപ്പർ അസിഡിറ്റിയാണ്. കാരണം നമ്മൾ ഓൾറെഡി ആസിഡ് കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ കൂടുതലാണെങ്കിൽ നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ അത് കൂടും. അപ്പോൾ അത് കുറയുന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് ഹൈപ്പോ അസിഡിറ്റിയും അത് കൂടുന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് ഹൈപ്പർ അസിഡിറ്റിയാണ്. സോ ഇങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഹൈപ്പോ ആണോ ഹൈപ്പർ ആണെന്ന് മനസ്സിലാക്കാം.